ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു വിഷൻ ബോർഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കയറി ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. അപ്പോൾ ഒരുപാട് പേരുണ്ടാവല്ലേ 2025 റെസൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ട്. അപ്പോൾ നമ്മളൊരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ സക്സസ് ആവുന്നൊക്കെയാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതുവരെ അങ്ങനെ വിഷൻ ബോർഡും കാര്യങ്ങളൊന്നും ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ, ഫസ്റ്റ് ടൈമാണ്. ഞാൻ ജേർണലൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ഡയറി 2024 മേടിച്ചായിരുന്നു. ഇതിൽ കുറച്ച് ഡ്രീംസും കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്കതിൽ 2-3 കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്തെന്നല്ലാണ്ട് വേറൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം എന്തായാലും അച്ചീവ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഒരു വിഷൻ ബോർഡും ബുള്ളറ്റ് ജേർണലൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വിഷൻ ബോർഡാണ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സാധാരണ നമ്മൾ ബുള്ളറ്റ് ജേർണലൊക്കെ വലിയ ആവേശത്തോടെ ക്രിയേറ്റ് ചെയ്യും. പക്ഷേ അതൊക്കെ ആകെ ഒരു 1-2 ആഴ്ച മാത്രമേ ഉണ്ടാവും, ഫസ്റ്റ് 1-2 ആഴ്ച. പിന്നെ അതൊന്നും കാണാനേ ഉണ്ടാവില്ല കേട്ടോ. എൻ്റെ അവസ്ഥ അതായിരുന്നു. പക്ഷേ ഈ ഒരു 2025 ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇറങ്ങിയിട്ടാണുള്ളത് കേട്ടോ. അപ്പോൾ ഒരു ഇയർ എൻഡിൽ ഞാൻ എൻ്റെ ഗോൾസും കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്തതും കൂടെ ഞാൻ റിസൾട്ടും കൂടെ കാണിച്ചു തരാം, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വിഷൻ ബോർഡ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് 2025 ഒരുപാട് റെസൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമ്മൾ വിഷ്വലൈസ് ചെയ്തിട്ട് ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് സക്സസ് ആക്കാൻ പറ്റും എന്നാണ് പറയുന്നത് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇപ്പം എനിക്ക് 2025 ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകണമെന്ന് ആഗ്രഹം എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ പിൻട്രസ്റ്റിൽ നിന്ന് ഒരു ട്രാവൽ ചെയ്യുന്ന ഒരു ഗേളിൻ്റെ, ഒരു ലേഡീൻ്റെ ഫോട്ടോ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ വിഷൻ ബോർഡിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഈ ഒരു ഒറ്റ ഫോട്ടോ കൊണ്ട് നമ്മുടെ വിഷൻ ബോർഡ് ഫുള്ളാവത്തില്ല. ഇങ്ങനെ നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് ഗൂഗിളിൽ നിന്നോ പിൻട്രസ്റ്റിൽ നിന്നോ ഡൗൺലോഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അത് വെച്ചിട്ട് നമുക്കൊരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ക്രാഫ്റ്റ് പോലെ ചെയ്യാനും പറ്റും, ഡിജിറ്റലായിട്ട് ചെയ്യാനും പറ്റും. അപ്പം ഞാൻ ഡിജിറ്റലായിട്ട് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളതാണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ ഈ ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ എന്താ പറയുക, നമ്മുടെ ഡിജിറ്റൽ ആണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ വാൾപേപ്പർ ആക്കാം. നമ്മൾ കാണുന്ന രീതിയിൽ അത് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്കതൊരു അച്ചീവ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് ഫോക്കസ് ചെയ്ത് അത് നമ്മൾ അച്ചീവ് ചെയ്യും. അങ്ങനെയാണ് ആ ഒരു വിഷൻ ബോർഡ് എന്ന് പറയുന്ന സംഭവം സക്സസ്സിലേക്ക് എത്തുന്നത്. അപ്പോൾ നമുക്ക് നേരെ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ഈസി ആയിട്ടുള്ള മെത്തേഡ് ആട്ടോ പറഞ്ഞിരുന്നത്. ക്യാൻവ ആപ്പിലാണ് ഞാൻ ചെയ്യുന്നത്. ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമുക്ക് വിഷൻ ബോർഡ് എന്നുള്ളത് സെർച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ സെർച്ച് ചെയ്ത് കൊടുക്കുമ്പം ഒരുപാട് മോഡൽസ് വരുന്നുണ്ട്. അതിൽ നമുക്ക് ഫോട്ടോ അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ പ്രോ വേർഷനും ഉണ്ട്, അല്ലാത്തതും ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ റെസൊല്യൂഷൻസും കാര്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഫോട്ടോസൊക്കെ റീപ്ലേസ് ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾക്കിത് പ്രിൻ്റ് എടുത്തിട്ട് ഫ്രെയിം ചെയ്ത് വോളിൽ ഹാങ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ബോർഡിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് ക്രാഫ്റ്റ് പോലെ ചെയ്യുന്നതാണ്. നമുക്കതൊന്ന് പിൻട്രസ്റ്റിൽ നിന്ന് ഫോട്ടോസൊക്കെ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഈസി മെത്തേഡാണ് ചെയ്യുന്നത്. അങ്ങനെ 2-3 ടെക്സ്റ്റ് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. അവിടെ എൻ്റെതായ രീതിയിലുള്ളൊരു കോഡ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാ ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഗൈസ് ഭയങ്കര ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് വിഷൻ ബോർഡും കാര്യങ്ങളൊക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. ടാറ്റാ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.